ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ഭക്തന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പരാതിക്കാരൻ ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു. പാമ്പിൻ തുള്ളൽ കലാകാരനായ ഒറ്റപ്പാലം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കരുവാൻതൊടി പുത്തൻവീട്ടിൽ മോഹൻദാസാണ് സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന് കാണിച്ച് ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകിയിരുന്നത്. ഒറ്റപ്പാലം പോലീസ് പരാതി ഗുരുവായൂർ ടെമ്പിൾ പോലീസിനെ കൈമാറിയിരുന്നു. പരാതിക്കാരൻ മെയ് 13-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 2 ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് 14,200 രൂപയ്ക്ക് വാങ്ങിയത്. ചികിത്സാർത്ഥമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ജൂൺ 28-ന് ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വയ്ക്കാൻ എത്തിയപ്പോഴാണ് ലോക്കറ്റ് വ്യാജമാണെന്ന് അറിയിച്ചത് എന്ന് മോഹൻദാസ് പറഞ്ഞു. ഇതേ തുടർന്ന് മേഖലയിലെ 2 ജ്വല്ലറികളിൽ നടത്തിയ പരിശോധനയിലും ലോക്കറ്റ് സ്വർണ്ണമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇയാൾ അറിയിച്ചു. വ്യാജ സ്വർണം പണയം വയ്ക്കാൻ ചെന്ന ആൾ എന്ന നിലയിൽ തനിക്ക് മാനഹാനിയുണ്ടായതായും ഇതിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ദേവസ്വത്തിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നു നടക്കുന്ന ഭരണസമിതി യോഗത്തിലേക്ക് മോഹൻദാസിനെ ദേവസ്വം ക്ഷണിച്ചിരുന്നു. മോഹൻദാസിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം അപ്രൈസർ എത്തി പരിശോധിച്ച് ലോക്കറ്റ് സ്വർണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഇയാൾ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ പരാതിക്കാരനൊപ്പം ഗുരുവായൂരിലെ ജ്വല്ലറിയിലെത്തി നടത്തിയ പരിശോധനയിലും സ്വർണമാണെന്ന് കണ്ടെത്തി. ഇതും പരാതിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കുന്നംകുളത്തുള്ള അംഗീകൃത ഹോൾമാർക്കറ്റ് സെന്ററിൽ നിന്ന് സ്വർണമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകി. എന്നാൽ മോഹൻദാസ് പരാതിയിൽ ഉറച്ചുനിന്നു. ദേവസ്വത്തെ മനഃപൂർവ്വം അവഹേളിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് ചെയർമാൻ പറഞ്ഞു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ദേവസ്വത്തിന്റെയും മോഹൻദാസിന്റെയും വിശദീകരണം തേടി. ഒടുവിൽ മോഹൻദാസ് ലോക്കറ്റ് സ്വർണമാണെന്ന് സമ്മതിക്കുകയായിരുന്നു. 2004-ൽ മിന്റിൽ നിന്ന് എത്തിച്ച ലോക്കറ്റാണ് മോഹൻദാസിന് നൽകിയിരുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. ഈ ബാച്ചിലെ മറ്റു ലോക്കറ്റുകൾ പരിശോധിച്ചതിൽ വ്യാജ സ്വർണം കണ്ടെത്താനായിരുന്നില്ല. ഇത്തരത്തിൽ ദേവസ്വത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബോംബെയിലുള്ള മിന്റിൽ നിന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ലോക്കറ്റുകളൊക്കെ അടിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയൊന്നും ഏൽപ്പിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യത ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ഈ ഒറിജിനൽ റെസീറ്റും അതുപോലെ ഈ ഉരുപ്പടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ. CCTV ന്യൂസ്, ഗുരുവായൂർ.